ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഉച്ച സമയം അല്ല, ഇപ്പം ആക്ച്വലി പറഞ്ഞാൽ 3 മണിയാണ്. 3 മണിയല്ല, 2:30 മണിയായിട്ടുള്ളൂ. 3 മണിക്ക് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അപ്പോൾ ഞാൻ പുടുവിനെ ബൊട്ടിക്കിൽ വിട്ടിട്ട് ആസിഫ് ബിരിയാണി കഴിക്കാനായിട്ട് പോകും. ഓക്കെ, ആ വിശേഷങ്ങളെല്ലാം കാണാം. ആസിഫി ബിരിയാണിയുടെ കിച്ചൻ്റെ അകത്തേക്ക് കയറാൻ പോവാണേ. അവരുടെ സ്പെഷ്യൽ ബിരിയാണിയുടെ മേക്കിംഗ് ഒന്ന് ചെറുതായിട്ടെങ്കിലും കാണാം. ഇവിടെ തീരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ? ഓക്കെ. ത്രൂ ഔട്ടാണ്. രാവിലെ 11 മണി തൊട്ട് കൊടുത്തു തുടങ്ങും ബിരിയാണീസ്. രാത്രി 11 o'clock വരെ തീരുന്ന വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമലുണ്ട്. അമലാണ് ഇവിടുത്തെ ഒരു പ്രധാന ആളാണ്. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ സ്പെഷ്യൽ ബിരിയാണീസ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ പോകുന്ന ഏതാണ്? മുഗൾ ചിക്കൻ മുഗൾ ബിരിയാണി, ചിക്കൻ 60, ഓക്കെ. ചിക്കൻ മുഗൾ ബിരിയാണി, മട്ടൺ മുഗൾ ബിരിയാണി ആൻഡ് ചിക്കൻ 65 മുഗൾ ബിരിയാണി. ഇത്രയും മുഗൾ സ്റ്റൈലുണ്ട്. അത് കുറച്ചുകൂടെ ടൈം സ്പൈസിയാണ്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇപ്പോൾ അടുത്ത് ഇടാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ അത് കാണാം. 7 കിലോ ചിക്കനും 7 കിലോ റൈസിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ടൊമാറ്റോ, പച്ചമുളക് ഇതെടുത്ത് വെച്ചു. അതിൻ്റെ ഫുൾ അളവെന്ന് വെച്ചു. ഇത് ലാർജ് സ്കെയിലാണ് കേട്ടോ. നിങ്ങളതിനെ ചെറുതാക്കി ഓർമ്മിച്ചാൽ മതി. ഇപ്പോൾ 7 kgയുടെയാണ് കാണാൻ പോകുന്നത്. ഓ, കോവ ചേർക്കും അല്ലേ? ഓക്കെ, ദിസ് സ്വീറ്റ് കോവ. മധുരം ഉണ്ടാവും അപ്പോൾ? ഓക്കെ, നമ്മുടെ പാൽപ്പേട പോലെ. ഓക്കെ, സ്വീറ്റ് പേട പോലെ. സ്വീറ്റ് കോവയൊക്കെ ചേർക്കട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് കോവ ചേർത്ത ബിരിയാണി കാണുന്നത്. സ്വീറ്റ് കോവ, നമ്മുടെ പാൽപ്പേടയല്ലേ? കോവ. ടൊമാറ്റോ എത്ര എടുത്തു? 1 kg 1.5 കിലോ അടുപ്പിച്ച്. ഗ്രീൻ ചില്ലി 140 ഗ്രാം. എല്ലാം ഗ്രാം കണക്കാണല്ലേ, കിലോഗ്രാം. ഏതാണ്ട് 1.5 കിലോ ടൊമാറ്റോയും 140 ഗ്രാം പച്ചമുളക്, 200 ഗ്രാം കോവ, സ്വീറ്റ് കോവ. ഇത്രയും. അപ്പോൾ 1.5 കിലോ സവാള, 1.5 കിലോ ടൊമാറ്റോ, പിന്നെ ഒരു 200 ഗ്രാം സ്വീറ്റ് കോവ ആൻഡ് 150 ഗ്രാം പച്ചമുളക്, പിന്നെ ഒരു 7 കിലോ അടുപ്പിച്ചിട്ട് കോഴി ആൻഡ് 7 കിലോ റൈസ്. എന്ത് റൈസാണ് ഉണ്ടാക്കുന്നത്? ബസ്മതി, ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. ഓക്കെ, മറ്റേ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ആണോ? ക്ലാസിക്. ഓക്കെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത്. 2 കിലോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കും. അടുപ്പ് കത്തിച്ചിട്ട് വലിയ ഡേസ്ക്കാണ് അത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 1.25 കിലോ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നവർ. അതൊഴിച്ചു ചൂടാക്കുന്നു. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് സവാളയൊക്കെ കുറച്ചേ ഉള്ളൂ അല്ലേ? കമ്പാരിറ്റീവ്ലി 1.5 കിലോ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ. ആസിഫി ബിരിയാണിയുടെ ഈ ഔട്ട്ലെറ്റിൻ്റെ മാനേജറാണ് ഇർഷാദ്. അപ്പോൾ ഇവരുടെ ഔട്ട്ലെറ്റ്സ് 1990 ഓൺവേർഡ്സ് എല്ലായിടത്തും ഉണ്ട്. ശ്രീലങ്ക, UAE, തമിഴ്നാട്, പിന്നെ കേരളത്തിലെ ട്രിവാൻഡ്രം. ഇവിടെ തന്നെ 6 ബ്രാഞ്ചസ് ഉണ്ട്. കൊച്ചിയിലുണ്ടോ? ഇല്ല, കേരളത്തിൽ. ഓക്കെ, വേറെ സ്ഥലത്തോട്ടൊക്കെ റെസ്പെക്ട്. ഇവിടെ തന്നെ 6 ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരിടത്താണ് വന്നിരിക്കുന്നത്. ഇവരുടെ ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി ഞാൻ ഇത്രയും കണ്ട സമയത്ത് തന്നെ മനസ്സിലായി. നല്ല സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കും. അത് ഗോൾഡ് വിന്നർ, അങ്ങനെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത്. പ്ലസ് റൈസ് ആണെങ്കിലും പിന്നെ ഏതാ പറയുക, ഇന്ത്യ ഗേറ്റ് ക്ലാസിക് നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ അത് തന്നെ ഉപയോഗിക്കും. അപ്പോൾ പുള്ളി പറയുന്നത് ദാറ്റ് ഈസ് ഫുഡ് കഴിച്ചിട്ട് അതായത് 3 മണിക്കൂർ കൊണ്ട് ദഹിക്കും എന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും വന്ന് കഴിക്കാനുള്ളൊരു ആപ്പിറ്റൈറ്റ് മനുഷ്യർക്ക് ഉണ്ടാകണം. അത്രയും പ്യുവറായിട്ട് നല്ല ഓവർ ഹെവി ആക്കാതെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര ഡാൽഡ മുതലായ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. അപ്പോൾ ഇവിടെ സവാള കളർ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഏകദേശം 1.5 കിലോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. സവാളയുടെ കളർ കണ്ടോ, നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടാണ് ചേർക്കുന്നത്. എല്ലാത്തിൻ്റെയും പാകം കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു പാകം, അത് തെറ്റിയാൽ ടേസ്റ്റ് പോകും. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ബാക്കി മസാലാസ് ചേർക്കും. ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് മാറിനേറ്റഡ് ആണ്. ഇത് 7 കിലോ 7.5 കിലോ ആണ് ഇതിൻ്റെ കണക്ക്. അത്രയും ക്വാണ്ടിറ്റി ഓഫ് റൈസാണ് ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാകത്തിന് മൂത്തു. ഇതേ നോക്കിയാൽ ആ കോവയും ടൊമാറ്റോയും പച്ചമുളകും, അത് 3 കാര്യങ്ങൾ ഒന്നിച്ച്. 200 ഗ്രാം കോവയുണ്ട്. കോവ ഈസ് ലൈക്ക് 200 ഗ്രാം സ്വീറ്റ് കോവ. പച്ചമുളക് ഒരു 100-150 ഗ്രാമിനകത്ത്. ടൊമാറ്റോ 1.5 കിലോ. അപ്പോൾ കോവ എല്ലാം അതിൻ്റെ കൂടെ നന്നായിട്ട്, അത് പാൽക്കട്ടിയാണല്ലോ, അതിൻ്റെ കൂടെ നല്ലതായിട്ട് മിക്സായി നല്ലൊരു ഗ്രേവി ആയിട്ട് വരും. എല്ലാ ബിരിയാണിയിലും ചേർക്കുമോ കോവ? ഓൾ ടൈപ്സ്. കണ്ടിപ്പാ. ഇവർക്ക് ടോട്ടൽ 79 ഔട്ട്ലെറ്റ്സ് ഉണ്ട്.
അത് ഇവിടെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിൽ പല്ലാവരം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ 35 വർഷം 1990 സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ 79 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതായത് തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാമായി. അത്രയും ഇപ്പോഴത്തെ ഓണറിൻ്റെ അച്ഛൻ തുടങ്ങിയതാണ്. പിന്നെ മകൻ്റെ പേരിലാണ് തുടങ്ങിയത്. ആ മകൻ്റെ പേരാണ് ആസിഫ്. ഇപ്പോൾ ആ മകനാണ് ഇത് നോക്കുന്നത്. ഓക്കെ, അത് തുടക്കത്തിൽ പേരിട്ടിട്ടില്ലായിരുന്നു. ഇപ്പം ആസിഫ് ഒരു ബ്രാൻഡായിട്ട് കംപ്ലീറ്റ് ഡെവലപ്പാണ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്ത റെസിപ്പി. ഈ കോവയൊക്കെ ഇട്ടുള്ള ബിരിയാണി നമ്മൾ കാണാറില്ലല്ലോ, സ്വീറ്റ് കോവ. പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് എലിവേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. എന്തുകൊണ്ട് ചേർക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റൈസ് കുറേ കൂടെ സോഫ്റ്റ് ആകും, ചിക്കൻ കുറേ കൂടെ സോഫ്റ്റ് ആകും. കുട്ടികൾക്ക് വരെ കഴിച്ചാൽ ഇഷ്ടപ്പെടും. ചെറിയ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. നല്ല ചൂടുണ്ട്. അത് എക്സോസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പുറത്ത് ഭയങ്കര ചൂട്, അകത്ത് അത്യാവശ്യം ചൂട്. മസാല ഓക്കെ. ഇനി ഇതിലേക്ക് മസാല ചേർക്കും, തൈര് ചേർക്കും. ആ മസാല എന്ന് പറഞ്ഞാൽ അവരുടെ സ്പെഷ്യൽ ബിരിയാണിയുടെ സ്പെഷ്യൽ മസാലയാണ്. ഓക്കെ, അതിൽ മുളക് പൊടി എല്ലാം ഉണ്ടല്ലേ, ചില്ലി പൗഡർ എല്ലാം കൂടി ചേർന്നൊരു പൊടിയാണ്. അത് അവരുടെ ട്രേഡ് സീക്രട്ടാണ്. പട്ട, ഗ്രാമ്പു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്ലസ് മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടി, തൈര് ഒഴിച്ച് 1.5 ലിറ്റർ തൈര്. ഇതാണ് ആസിഫിയുടെ സ്പെഷ്യൽ മസാല പൗഡർ. ഈ ആസിഫി ബിരിയാണിയുടെ മസാല എന്ന് പറഞ്ഞാൽ അവരുടെ ട്രേഡ് സീക്രട്ടാണ്. അത് എന്താ അത് പറഞ്ഞു തരില്ല. പക്ഷെ അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, മുളക് പൊടി ഉൾപ്പെടെ എല്ലാ മസാല ഐറ്റംസും ഉണ്ട്. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞു. ആ ചിക്കൻ ഓക്കെ. ഇനി അതിലേക്ക് ചിക്കൻ്റെ പീസസ്, മാരിനേറ്റഡ് ചിക്കൻ പീസസ്. വേറെ ഒന്നുമില്ല മാരിനേഷൻ, ജസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ്. അതും കൂടി ഇത് 7.5 കിലോ ചിക്കൻ. അപ്പുറത്തൊരു അടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുന്നു ഇതിലേക്ക്. ഓക്കെ, 5 ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിനകത്തേക്ക്. 5 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. എന്നിട്ട് ഇതെല്ലാം കൂടി കിടന്ന് തിളച്ച് വേകട്ടെ. ഇതിൽ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ച മിനറൽ വാട്ടർ വലിയ 25 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറിൻ്റെ വലിയ ബോട്ടിൽസ് ഉണ്ട്. അതിൽ നിന്നാണ് ഒഴിച്ചത്. 5 ലിറ്റർ വെള്ളം ഒഴിച്ചു. അത് മാറിയാൽ ടേസ്റ്റ് മാറുന്ന പറയും. ഇവരത് മിനറൽ വാട്ടറിലാണ് ഉണ്ടാക്കുന്നത്. മട്ടി. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ അരി ചിക്കൻ വെന്തதுக்கு அப்புறம் அது ஒரு டைமிங் இருக்குது. ஒரு 5 மினிட்ஸ் 6 மினிட்ஸ் டைம் இருக்கு. அந்த டைமுக்கு அப்புறம் தான் நம்ம இது ரைஸே இடுவோம். அது வரைக்கும் அந்த ரைஸ் வந்து குதிரை வெல்லத்துல இருக்கு. ஓகே ஓகே. அது அப்புறம் வந்து நமக்கு அந்த சுடு வெல்லத்துல போட்டதுக்கு அப்புறம் ஜஸ்ட் 5 மினிட்ஸ். அதுக்கு மேல 1 மினிட்ஸ் கூட நம்ம எக்ஸ்ட்ரா ஓகே ஓகே வரமா. அது கரெக்ட்டா எடுத்து அதுல இதுல போட்டோனே இது ஒரு 20 மினிட்ஸ் தான். அவ்வளவுதான் பிரியாணி ரெடி ஆயிடும். டைமிங் ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നമ്മൾ 1 നിമിഷം മിസ് பண்ணாலும் நம்ம ரைஸ் பார்க்க முடியாது, ചിക്കൻ അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ്. അരി ഇപ്പോൾ ചിക്കൻ വേവിക്കാനിട്ടു. ചിക്കൻ ഓൾമോസ്റ്റ് കുക്ക് ആകുന്ന സമയമാകുമ്പോൾ അരി ഇടും. അപ്പോൾ അരിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്. അരി വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുകയാണ്. അത് ഒന്ന് വെള്ളത്തിലോട്ടിട്ട് 5 മിനിറ്റ് അല്ലേ തിളച്ച് 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ഈ ചിക്കൻ്റെ ഗ്രേവിയുടെ അകത്തേക്ക് ഇടും. ചിക്കൻ ഇടും. പിന്നെ അത് രണ്ടും കൂടി ചേർന്ന് 20 മിനിറ്റ്സ് അത്രേ ഉള്ളൂ ദമ്മിടൽ. അതാണ് അതിൻ്റെ പ്രോസസ്സ്. ഇതിപ്പോൾ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നു അരി. റൈസ് ഇതേ വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുന്നതാണ്ടോ. ദിസ് ഇസ് ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കാണ്. നൈസ് റൈസ്, ചെറിയ അരി, നീളമുള്ള ബസ്മതി റൈസ്. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കും. ഇവരുടെ ബിരിയാണി മസാല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ കുറച്ച് പതുക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതിൻ്റെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം ഇല്ല, അതിനകത്ത് സാജീരകം, അല്ലാതെ നല്ല ജീരകം, കുരുമുളക് ഇതെല്ലാം ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, ഇതാണ് അവരുടെ ഒരു കണക്ക്. അതൊരു പ്രൊപ്പോർഷനിൽ ചേർത്തിട്ട് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, വാവ്, നല്ല വെട്ടി തിളയ്ക്കുന്നു ചിക്കൻ ആൻഡ് ഗ്രേവി. വീണ്ടും ഇളക്കി കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വേഗിൻ്റെ പാകം നോക്കിയിട്ടാണ് അരി അടുപ്പിലിടുന്നത്. അരി ഇട്ട് കഴിഞ്ഞാൽ തിളയ്ക്കുന്ന വെള്ളത്തിൽ അരി ഇട്ടാൽ ഒരു 5 മിനിറ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഊറ്റി ചേർക്കും. ഇവിടെ ശരിക്കും നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. കാര്യം ഇതൊരു തിരക്ക് പിടിച്ച കിച്ചണാണ്. അതിൻ്റെ ഒരു പോർഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അകത്ത് വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്, എക്സോസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ടോട്ടൽ ഒരു ചിക്കൻ ദം ബിരിയാണി അവർക്ക് ഉണ്ടാക്കാൻ കറക്റ്റ് 1 ഹവറാണ് സ്റ്റാർട്ടിങ് ടു ഫിനിഷ്. മട്ടൺ ആണെങ്കിൽ 2 ഹവേഴ്സാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ. തീരുന്നതിനനുസരിച്ച് തീരാറാകുമ്പോൾ ഒരു 1 ഹവർ മുന്നേ ദം ചെയ്യും. യെസ്, അപ്പോൾ ചിക്കൻ്റെ ഭാഗം കറക്റ്റായി എന്ന് തീരുമാനിച്ച് കഴിഞ്ഞു. യെസ്, എണ്ണയൊക്കെ തെളിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് അതിലേക്ക് കുറച്ച് കാര്യങ്ങളുകൊണ്ട് ചേർക്കും. കുറച്ച് മല്ലിയില, പുതിന, എല്ലാം നല്ല നീറ്റായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളത്തിലിട്ട് നല്ല ഓക്കെ, വെള്ളത്തിലിട്ട് നല്ല കഴുകി എടുത്തിട്ടാണ് ഇടുന്നത്. ഓക്കെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. എനിക്ക് ഇവരുടെ ഇതുവരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും അങ്ങനെയാണ് തോന്നിയത്. നാരങ്ങ നീര്, ഓക്കെ, ഇതിപ്പോൾ ഒരു 1/2 നാരങ്ങയായി. വലിയ നാരങ്ങയുടെ പകുതി ഇനിയുണ്ട്.
അപ്പോൾ ഒരു ഹാഫും കൂടെ, അപ്പോൾ ഒരു ഫുൾ നാരങ്ങ ആയി കഴിഞ്ഞു. ഇനി ഒരു 2 എണ്ണം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 വലിയ നാരങ്ങയുടെ നീരാണ് ഒഴിക്കുന്നത്. ചിക്കൻ റെഡി. ഇനി ആ വെള്ളം തിളച്ചു. അവരിനി ഇപ്പോൾ കല്ലുപ്പാണ് കേട്ടോ ഇടുന്നത്. അരി വേവിക്കുന്ന വെള്ളത്തിലാണ് കല്ലുപ്പിട്ടു. അരി കുതിർന്നത് കറക്റ്റ് പാകം. ഇനി അത് കൊണ്ടുവന്ന് അതിലേക്ക് ഇടും. ഈ വെള്ളത്തിലേക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് 5 മിനിറ്റ്സ്. റൈസ് പാകത്തിന് കുതിർന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുന്നെയാണ് വെള്ളത്തിലിട്ടത്. ബോയിലിംഗ് വാട്ടർ. യെസ്, അത് എനിക്ക് മനസ്സിലായത് ഈ ഓയിലൊക്കെ ഫ്ലോട്ട് ചെയ്തിങ്ങനെ വരുന്ന ആ ഒരു പാകമാണ് അവർ നോക്കുന്നത്. ഞാൻ റൈസിൽ 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ തിളയ്ക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതിലോട്ടിടും. പിന്നെ ഒരു 20 മിനിറ്റ്സ് ഒന്നിച്ച് ഇത് താഴെയും മേളിൽ റൈസ് ഇട്ടിട്ട് 20 മിനിറ്റ്സ് റൈസ് റെഡി. 5 മിനിറ്റ്സ് ആയതേ ഉള്ളൂ. ഈ ഒരു പാകത്തിനാണ് അവർ ഊറ്റാൻ പോണത്. ഊറ്റി നേരെ ഈ ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയുടെ കൂടെ ചിക്കൻ ആൻഡ് ഗ്രേവിയിലേക്ക് ഇടും. അതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ ഇട്ടോളും ദമ്മിടാനായിട്ട്. 5 മിനിറ്റ് കുക്ക് ചെയ്ത റൈസാണ് ഈ ഒരു രീതിയിൽ. അതിൻ്റെ മേളിലോട്ടാണ് ഇടുന്നത്. താഴെ ചിക്കൻ ഗ്രേവി, മേലെ റൈസ്. അങ്ങനെയാണ് ഇനി ദമ്മിടാൻ പോകുന്നത്. പകുതി ആയി കഴിഞ്ഞു. ഇനി ബാക്കി റൈസ് വരും. ടോട്ടൽ 7.5 kg റൈസ്, 7.5 kg ചിക്കൻ നിരപ്പാക്കി കൊടുക്കും. ഇനിയുണ്ട് ചൂടോടുകൂടി, ആ ഈർപ്പത്തോടു കൂടിയാണ് ഇങ്ങനെ തട്ടുന്നത്. കുറേ നേരം ഊറ്റി വയ്ക്കുമൊന്നുമില്ല. ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ ആക്കിയിടും. അപ്പോൾ ഇനിയിപ്പോൾ ദമ്മിടുന്നു. ഇതിൻ്റെ മേളിലൊരു അടപ്പ് വയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കനലിടും. കനലിട്ട് ദമ്മിടും. ഓക്കെ, ലെവൽ ചെയ്യുകയാണേ. തീയൊക്കെ വളരെ കുറച്ചിട്ടുണ്ട്. അത് നേരത്തെ ആ ചിക്കൻ ആയപ്പോൾ തന്നെ തീ കുറച്ചു. അയ്യോ, ഒരു വലിയൊരു ശബ്ദം തീർന്നത്. ഇപ്പോൾ എക്സോസ്റ്റ് ഓഫ് ചെയ്തു. ഓക്കെ, ഈ അടപ്പൊക്കെ ഇങ്ങനെ കറുത്ത് നിർത്തിയിരിക്കുന്നത് എന്താ പറയുക, ഇതിൻ്റെ മേളിലാണ് കനലിടുന്നത്. നല്ല ചൂട് കനൽ വെച്ചിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളത്തോട് കൂടി എടുത്ത് ഒരു പാത്രം അതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് ആ വെയിറ്റിന് വേണ്ടിയിട്ട് കനലിൻ്റെ മേളിലായിട്ട് ഇതൊന്ന് നല്ല അമർന്നിരിക്കാൻ. അല്ലാതെ ഈ ഗോതമ്പ് വേസ്റ്റ് അങ്ങനെയൊന്നും ഒട്ടിക്കുന്നില്ല, മൈദ ഒന്നും ഒട്ടിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല. കാര്യം ഈ ഒരു വെയിറ്റിൽ അതിങ്ങനെ അമങ്ങിയിരിക്കും മേളിൽ നിന്ന്. അപ്പോൾ മേളിൽ നിന്ന് ചൂട്, താഴെയും ചെറിയ തീ കൊടുത്തിട്ടുണ്ട്. മേളിൽ നിന്ന് കനലിൻ്റെ ചൂട്. അപ്പോൾ ഇതിൽ 20 മിനിറ്റ് 20 മിനിറ്റ്സ് അത്ര തന്നെ സംഭവം റെഡിയാവും. അപ്പോൾ ഞാൻ ഇത് താഴോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രോസസ്സ് കണ്ടല്ലോ, ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഭാഗത്തേക്ക് വന്നു. അയ്യോ, ഇവിടെ എന്ത് സുഖം അല്ലേ ചേച്ചി. ഈ ആസിഫി ബിരിയാണി എന്ന് പറഞ്ഞാലേ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ അവരുടെ മെനു കാർഡ് കൂടി ചോദിച്ചു. ചിക്കൻ ബിരിയാണി നമ്മൾ ഓൾറെഡി ദം ബിരിയാണി കണ്ടു. ഇവിടുത്തെ മറ്റ് സ്പെഷ്യാലിറ്റീസ് ചിക്കൻ മുഗലായി ബിരിയാണി, ദെൻ മുഗൾ ബിരിയാണി എന്ന് പറയും, ചിക്കൻ 65 ബിരിയാണി, ചിക്കൻ 65 മുഗൾ ബിരിയാണി, ചിക്കൻ 65 ബോൺലെസ് ബിരിയാണി, ചിക്കൻ, പിന്നെ മട്ടൺ ബിരിയാണി, മട്ടൺ മുഗൾ ബിരിയാണി, പ്രോൺസിൻ്റെ ഉണ്ട് ബിരിയാണി, പ്രോൺസിൻ്റെ, പിന്നെ 65 ബോൺലെസ് മുഗൾ ബിരിയാണി, ഫിഷ് ബിരിയാണി, കുഷ്ക റൈസ്, വെജിറ്റബിൾ ബിരിയാണി, എഗ് ബിരിയാണി, ഇത്രയും കാര്യങ്ങളുണ്ട്. റേറ്റ്സ് വരുന്നത് ചിക്കൻ ബിരിയാണി 265 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മീഡിയം ബക്കറ്റ് ഉണ്ട്. ബക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് കഴിക്കാമല്ലോ. അതൊരു ബക്കറ്റ് 1227 എന്നാണ് പറയുന്നത്. മീഡിയം ബക്കറ്റ്. ലാർജ് ബക്കറ്റാണെങ്കിൽ 2387. അത് കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കാര്യം ബിരിയാണി, അതിൻ്റെ കൂടെ ബോയിൽഡ് എഗ്ഗ്, ബ്രിഞ്ചോളിൻ്റെ ഒരു ഗ്രേവി കൊടുക്കും, ഒണിയൻ റൈത്ത, ബ്രെഡ് ഹൽവ എന്ന് കൂടെ കാണിക്കുന്നു. അത് ഇതിൻ്റെ കൂടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, പിന്നെ ഇവിടെ സ്റ്റാർട്ടർ ഐറ്റംസ് ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, പനീർ 65, ഗോബി 65, മഷ്റൂം 65, അങ്ങനത്തെ കുറേ ഉണ്ട്. ചില്ലി ഗോബി, പനീർ ചില്ലി, സ്പെഷ്യലായിട്ട് അതെ ക്രാബ് ലോലിപോപ്പ് ആൻഡ് ഫിഷ് ഫിംഗർ ഉണ്ട്. എൻ്റെ കൂടെ സതീഷും കൂടി ഉണ്ട്. ഈ ഭാഗത്തേക്ക് വന്ന് സതീഷ് ടൂറിസം, അങ്ങനെയല്ലേ ഇപ്പോൾ സ്ഥലം പേര്, കോവളം സതീഷ് ടൂറിസം, അങ്ങനെ ഞാൻ അതും കൂടെ ചേർത്തു. ഓക്കെ, പിന്നെ ചിക്കൻ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സെഷ്വാൻ ചിക്കൻ എല്ലാം ഉണ്ട് കേട്ടോ. വേറെ എല്ലാ ഐറ്റംസും ഉണ്ട്. സീ ഫുഡിൻ്റെ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. അതിൽ വരും പ്രോൺ 65, പ്രോൺസ് ചില്ലി, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ക്രാബ് ലോലിപോപ്പ് ഞാൻ പറഞ്ഞില്ല ഇവിടെയുണ്ട്. പിന്നെ ഫ്രഷ് ജ്യൂസ്, പിന്നെ എന്താ ഐസ്ക്രീംസ് ഉണ്ട്, മൊജിറ്റോസ് ഉണ്ട്, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്. അപ്പോൾ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. ബിരിയാണിയിൽ ഇവർ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ചില കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വരുമ്പോൾ ബിരിയാണി, നൂഡിൽസ് വേണം, ഫ്രൈഡ് റൈസ്, സൂപ്പ് എന്നൊക്കെ പറയാം, അതെല്ലാം ഉണ്ട്. നൈസ്. ഇവർക്ക് 6-7 ഔട്ട്ലെറ്റ്സ് ട്രിവാൻഡ്രത്ത് മാത്രം. ടോട്ടൽ 69 ഔട്ട്ലെറ്റ്സ് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട്. ഓക്കെ, നൈസ്. ഇവരുടെ സ്റ്റോറിയൊക്കെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അവരുടെ ബുക്കിൽ. അവരുടെ ചരിത്രം, ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, പേരില്ലാതെ പിന്നെ മകൻ്റെ പേര് വന്നതാണ്. ഞാൻ പക്ഷേ ഇവിടെ ഇതുവരെ വന്നില്ല, അതാണ് സത്യം. ആദ്യമായിട്ടാണ് അവർ സ്റ്റോറി. ദ ആസിഫി ബിരിയാണി ഫൗണ്ടഡ് ബൈ ദ വിഷണറി CY ആസിഫ് in 1999 has transformed from a modest local spot into a global culinary sensation. 64 എല്ലായിടത്തും ഉണ്ട്. ആന്ധ്രയിലുണ്ട്, കേരളത്തിൽ, തമിഴ്നാട്, കർണാടക, ഒഡീഷ, പിന്നെ ശ്രീലങ്ക, UAE,
ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ 69 ഔട്ട്ലെറ്റ്സ് ആയിരിക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നാണ് പറയുന്നത്. വെറും ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. വേൾഡ്സ് ബെസ്റ്റ് ബിരിയാണി ഇറ്റ്സ് ബെസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചെയ്യുന്നത്. നല്ല സമാധാനമായിട്ട് പേഷ്യൻ്റായിട്ട് അതിൻ്റെ ഒരു ഓർഡറിൽ തന്നെ ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ബിരിയാണി എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ. പക്ഷേ ഇപ്പോഴത്തെ കറക്റ്റ് ട്രേഡ് സീക്രട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കാര്യം അവരുടെ റെസിപ്പിയുടെ സ്പെഷ്യൽ മസാല അതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഊഹിച്ച് ചെയ്യാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ റീക്രിയേറ്റ് ചെയ്യാം ചെറിയ രീതിയിൽ. നോട്ട് എക്സാക്ട്ലി വേണമെങ്കിൽ ഇവിടെ വന്ന് മതി. അല്ലെങ്കിൽ ഇവർക്ക് എനിക്ക് തോന്നുന്നു സ്വിഗ്ഗി സൊമാറ്റോ അതൊക്കെ ഉണ്ടാവുമല്ലോ. ദിസ് ഇസ് ദർ സ്റ്റാർട്ടർ ഐറ്റം ക്രാബ് ലോലിപോപ്പ്. ക്രാബിൻ്റെ ആ ക്ലോസ് ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഇങ്ങനെ വെളിയിൽ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നത്. ദിസ് ഇസ് ഇറ്റ്. കൊള്ളാട്ടോ. ക്രാബ് ലോലിപോപ്പ് എല്ലാം ഉണ്ടല്ലേ, വെറൈറ്റീസ്. ചിക്കൻ ബിരിയാണി, ഇതിപ്പോൾ ദം അല്ലേ, ദം ബിരിയാണി. ദം ഇത് നമ്മൾ കണ്ട ബിരിയാണി അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ ദം ഇടുന്ന കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് ടേബിളിൽ. അതിപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അതെ സെറ്റ്. ഇത് പ്രോൺസിൻ്റെയും നോർമൽ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ചിക്കൻ മുഗൾ ബിരിയാണി. ഓക്കെ, മുഗളായി ബിരിയാണി ചിക്കൻ. കളർ ഡിഫറൻസ് ഉണ്ടോ? വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, ദാറ്റ് ഈസ് ഒരു ഒണിയൻ റൈത്ത, കത്തിരിക്ക ഗ്രേവിയാണ്, ബ്രിഞ്ചോൾ ഗ്രേവി. യെസ്, ഇതാണ് ഇവരുടെ മറ്റൊരു സ്പെഷ്യൽ ബിരിയാണിയുടെ കൂടെ കൊടുക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്തോളാം. ഇതിൽ മുട്ട കിട്ടും. ഓക്കെ, ദിസ് ഇസ് നമ്മളുണ്ടാക്കിയ ബിരിയാണിയാണ്. നമ്മളുണ്ടാക്കിയത് ഞാനല്ല, അവരുണ്ടാക്കി ഞാൻ കണ്ടു. ഓക്കെ, നമ്മളെല്ലാവരും കണ്ടു. ഓക്കെ, അതിനകത്ത് 2 പീസാന്ന് തോന്നുന്നു. യെസ്, 2 പീസാണ്. സോഫ്റ്റ് റൈസ് ഇസ് വെരി സോഫ്റ്റ്. നല്ല പറഞ്ഞതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ആ കോവയൊക്കെ ഇടുന്നുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. ബ്രിഞ്ചോൾ ആണ് അടുത്ത ബ്രിഞ്ചോൾ ഗ്രേവി. ഞാൻ ബ്രിഞ്ചോളും കഴിക്കുന്ന ഒരാളെ, പക്ഷേ അറിയണമല്ലോ ടേസ്റ്റ്. വെരി നൈസ്. നല്ല പുളിയൊക്കെ ഉള്ള നല്ലൊരു കറി. രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ എക്സലൻറ്റ്. കുരുമുളകൊക്കെ കിടക്കുന്നതിനകത്ത്. ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്, സോഫ്റ്റ്. ആൻഡ് അടുത്ത ബിരിയാണിയിലേക്ക് കിടക്കാം. സത്യമായ കത്തിരിക്ക എനിക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളേ അല്ല, എങ്കിലും എന്ത് ടേസ്റ്റ് അറിയുമോ, ഞാൻ വീണ്ടും എടുക്കും. ഇത് ചിക്കൻ മുഗളായി, ചിക്കൻ മുഗൾ ബിരിയാണി. ഓക്കെ, ഇത് കളർ ഡിഫറൻസ് ഉണ്ടെന്നേ വേണം. ആഹാ, അതുപോലെ അയ്യോ വളരെ ടേസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഷോ, വാട്ട് എ ടേസ്റ്റ്. ഇതിൻ്റെ മേക്കിങ് നമ്മൾ കണ്ടില്ലല്ലോ. അയ്യോ സോ സാഡ്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇതിങ്ങനെ ഗ്രേവി ഇല്ലാണ്ട് ഞാൻ ആദ്യം ഒന്ന് കാണിക്കാം. ഓക്കെ, സൂപ്പർ ചിക്കൻ മുഗൾ ബിരിയാണി ഇവരുടെ. ഓക്കെ, സൂപ്പർ ബിരിയാണി, രക്ഷയില്ലാത്ത ടേസ്റ്റ്. കത്തിരിക്ക ഗ്രേവി മസ്റ്റ്, നല്ല കോമ്പിനേഷൻ വിത്ത് ദ ബിരിയാണി. ദ പ്രോൺസ് ബിരിയാണി. ആ പ്രോൺസിൻ്റെ മസാലയുണ്ട്. എല്ലാം സെയിം ക്വാളിറ്റി ഓഫ് റൈസ് ആൻഡ് മേക്കിംഗ് ആണ്. നിറയെ മസാലയുണ്ട് കേട്ടോ ആ ഒരു പ്രോൺസിൻ്റെ. എവിടെ തൊട്ടാലും പ്രോൺസ് വരുന്നല്ലോ. ഓക്കെ, അത്രയ്ക്ക് പ്രോൺസ് കൊടുത്തിരിക്കുന്നു. വാവ്, അതെ. അതും അടിപൊളി തന്നെ, രക്ഷയില്ല. എല്ലാ ബിരിയാണിയും കൊള്ളാം കേട്ടോ. നമ്പർ 1 ആയിട്ട് എനിക്ക് തോന്നിയ മുഗൾ ബിരിയാണി തന്നെയാണ്, ചിക്കൻ മുഗൾ. പ്രോൺസ് ഇസ് ഓൾസോ എക്സലൻറ്റ്. ഇത് വേറൊന്നുമില്ല, നമ്മൾ കഴിച്ച ബിരിയാണി തന്നെ അതേപോലത്തെ സെയിം റൈസ്, അതിനകത്തേക്ക് ചിക്കൻ 65 പീസസും കൂടി ഇങ്ങനെ കഴിച്ചു. ഞാനിപ്പോൾ എല്ലാം കൂടെ പലതരം ബിരിയാണികളുടെ ഒരു കോംബോ. ദിസ് ഈസ് ദ ബ്രെഡ് ഹൽവ. അടിപൊളി. ചൂടുണ്ടാവും, നമ്മൾ കേസരി കഴിക്കുന്ന പോലെ.
ആക്ച്വലി നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ്സിൽ അങ്ങനെ അധികം കാണാറില്ലല്ലോ ബ്രെഡ് ഹൽവാസ്. ഇതിവിടെ സ്പെഷ്യലാണ്, മസ്റ്റ് ട്രൈ ആണ്. തമിഴ്നാട് സൈഡിലൊക്കെ പോയി നമുക്ക് ബ്രെഡ് ഹൽവ കിട്ടും, നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാം. പക്ഷേ എന്നാലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ കാണാത്തൊരു കാര്യമാണ്, അധികം ഉണ്ടാവാം. അടിപൊളി. അങ്ങനെ ഗംഭീരമായി ബിരിയാണീസ് എല്ലാം കഴിച്ചു, വേറെല്ലാം പറഞ്ഞു. പൊട്ടാറായി. എല്ലാ ബിരിയാണിയും ടേസ്റ്റ് ചെയ്ത് ഞാൻ കൂടുതൽ കഴിച്ചത് മുഗളായി ചിക്കൻ, സൂപ്പർ. അപ്പോൾ മസ്റ്ററാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. എല്ലാ ബിരിയാണിയുടെ കൂടെയും ആ കത്തിരിക്ക ഗ്രേവി, ബ്രിഞ്ചാൾ ഗ്രേവി മസ്റ്റായിട്ട് കഴിക്കണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ, മറക്കണ്ട. ബ്രെഡ് ഹൽവ പറ്റുമെങ്കിൽ സ്വീറ്റ് ഡിഷ്, ഒരു ഓവർ സ്വീറ്റ് അല്ല കേട്ടോ, പാകത്തിന്. ഒരു സർപ്രൈസ്, എൻ്റെ ബർത്ത്ഡേ, അതായത് ബർത്ത്ഡേ കഴിച്ചിട്ട് ഒരാഴ്ചയായി എങ്കിലും നമ്മൾ വീണ്ടും കേക്ക് കട്ടി. ഓക്കെ, സ്വന്തമായിട്ട് കേക്ക് കട്ടിയത് സ്വന്തം. താങ്ക് യു ആസിഫ് ബിരിയാണി, യെസ്, ഫോർ ദി വണ്ടർഫുൾ കേക്ക്. വാവ്, അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങായിരുന്നു, ഒരു സെലിബ്രേഷൻ. എന്തായാലും താങ്ക് യു ആസിഫ് ബിരിയാണി. ഒരു എന്താ പറയുക, ജെൻറ്റിൽ തോട്ട്. കുറച്ച് ദിവസം മുന്നെയാണ് എൻ്റെ ബർത്ത്ഡേയിൽ അവർക്കൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ പോയിട്ട് ഓക്കെ, താങ്ക് യു. ഓ, താങ്ക് യു.